ഹായ് ഗൈസ്, എല്ലാവർക്കും പോളിടെക് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ യാത്ര വിവേകാനന്ദ റോക്കിലേക്കുള്ള ചെറിയ യാത്രയാണ്. ചെറിയ യാത്ര അവസാനിക്കാണ്. ഇനി നമ്മള് റോക്കിലേക്ക് കയറുകയാണ്. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്തൊക്കെയുണ്ട്? സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഞാനൊന്ന് ഒരു വൺ ഡേ ട്രിപ്പിന്, ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ഇതെൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ കന്യാകുമാരിയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിച്ചപ്പോൾ ഒന്ന് കൂട്ടുകാർ പറഞ്ഞു ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. നമ്മൾ ഒരു പെട്ടെന്നൊരു പോയി വരാൻ പറ്റുന്ന സ്ഥലം എവിടെയുള്ളത് ആലോചിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, കന്യാകുമാരി സെലക്ട് ചെയ്തു. അങ്ങനെ കന്യാകുമാരിയിലേക്ക് ഇറങ്ങിയാണ്, വിവേകാനന്ദ റോക്കിലേക്ക്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, ക്യാമറമാൻ അടക്കം. കൂട്ടത്തിൽ ഒരുത്തിന് കന്യാകുമാരി പോകണം എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ മാത്രം കന്യാകുമാരിയിലേക്ക് ഇറങ്ങിയതാണ്. ശനിയാഴ്ച ഈവനിങ് ട്രെയിനിൽ കയറി മോർണിംഗ് അവിടെ എത്തി, ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെ ഒരു 9 മണിക്ക് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് ബസ് കയറി. കന്യാകുമാരിയിൽ നിന്ന് ക്യൂ നിന്നൊരു 11 മണി ക്യൂ നിന്നിട്ട് 3:30 മണിക്കാണ് ഞങ്ങൾക്ക് വിവേകാനന്ദ റോക്കിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത്ര വലിയ ക്യൂ ഉണ്ടായിരുന്നു അവിടെ. കാരണം അതിന് മുമ്പത്തെ 3 ദിവസം ഒഫീഷ്യൽ കലണ്ടർ അവധി കാരണം ഒരുപാട് പേര് ഇവിടേക്ക് എത്തിയിരുന്നു. സമയം 4 മണിയായി. നല്ല വെയിലുണ്ടായിരുന്നു, പാറയൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തണലിലേക്ക് മാറി നിന്നു. സഞ്ചാരിയുടെ നല്ല ഒഴുക്ക് തന്നെ ഇവിടേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ശക്തമായ വെയിലാണ്. എല്ലാവരും തണലിലേക്ക് മാറി നിന്നിരിക്കുകയാണ്. മെല്ലെ മെല്ലെ റോക്കിൻ്റെ അരികിലൂടെ ഞാനെങ്ങനെ സാവധാനം നടന്നുകൊണ്ടിരുന്നു. ആറ് വർഷത്തോളമാണ് ഈ റോക്കിന്റെ നിർമ്മാണത്തിന് സമയമെടുത്തത്. ഇത് വെറും റോക്കല്ല, ആദരിക്കപ്പെടേണ്ട റോക്ക് മെമ്മോറിയലാണ്. മഹാനായ സ്വാമി വിവേകാനന്ദൻ വേൾഡ് റിലീജിയസ് കോൺഫറൻസിന് ചിക്കാഗോയിലേക്ക് പോകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ മെഡിറ്റേഷന് ഇരിക്കുകയുണ്ടായി. അകലെ നീലാകാശവും നീലക്കടലും. 1970-ലാണ് ഈ റോക്കിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇതിൻ്റെ ഒരു വൈബ് അത് വേറെയാണ്. കൊച്ചുപാറയെ വലയം വെച്ച് തിരമാലകൾ അങ്ങനെ നൃത്തമാടുകയാണ്. ഈ വൃത്തിയും ഭംഗിയുമുള്ള ഓളങ്ങളിൽ ആടിപ്പാടി കളിച്ചു കൊണ്ടിരിക്കുന്ന തിരമാലക്കുമുണ്ട് 7 അഴക്. ഞാനൊന്ന് ആസ്വദിക്കട്ടെ, ഇവിടുന്ന് എണീറ്റ് പോകാൻ തോന്നുന്നേയില്ല. പ്രപഞ്ചം വെറുതെ തരുന്ന സമ്മാനങ്ങളെ നാം എന്തിന് നിരസിക്കണം? നല്ല വൃത്തിയും ഭംഗിയുമുള്ളിൽ കടലിനെ കണ്ട് ആസ്വദിക്കാൻ ഇവിടേക്ക് തന്നെ വരണം. ആ കാണുന്നത് പ്രശസ്തനായ തമിഴ് കവിയും തത്വചിന്തകനുമായിരുന്ന തിരുവല്ലുവാറിൻ്റെ സ്റ്റാച്ചു ആണ്. ഫീറ്റാണ് അതിന്റെ ഹൈറ്റ്. ഇതിന്റെ ശില്പി പ്രശസ്ത ഇന്ത്യൻ ശില്പിയായിരുന്ന വി ഗണപതി സ്ഥാപതിയാണ്. വർഷം 2000 ജനുവരി 1-ാം തീയതി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ കരുണാനിധിയാണ് ഈ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത്. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് വളരെ ശുദ്ധവും നല്ല ആംബിയൻസും കിട്ടുന്ന ഒരു ഫീലിംഗ് ആസ്വദിക്കാൻ നാം ഇങ്ങോട്ട് തന്നെ വരണം. വ്യത്യസ്തമായ അന്തരീക്ഷം തേടി, വ്യത്യസ്തമായ ആംബിയൻസ് തേടി, വ്യത്യസ്തമായ മനോഭാവം തേടി,
വ്യത്യസ്തമായ മനസ്സമാധാനം കൈവരിക്കാൻ വേണ്ടി, വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ അനർഘമായ നിമിഷങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വരുന്ന സഞ്ചാരികൾക്കിടയിലൂടെ ഞാൻ സാവധാനം എൻ്റെ മനസ്സിനെ അങ്ങ് വിശാലമാക്കി സഞ്ചാരത്തിൻ്റെ വഴികളിലൂടെ നീങ്ങി തുടങ്ങുകയാണ്. ഓരോ ഫ്ലോറിലെ ഓരോ ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് പരമാവധി ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. മഹാനായ സ്വാമി വിവേകാനന്ദൻ വേൾഡ് റിലീജിയസ് കോൺഫറൻസിന് ഷിക്കാഗോയിലേക്ക് പോകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ മെഡിറ്റേഷൻ ഇരിക്കുകയുണ്ടായി. വർഷം 1892 മെയിൻലാൻഡിൽ നിന്ന് 500 മീറ്റർ ഉയരത്തിലാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യവും വൃത്തിയും ഭംഗിയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അക്കരെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു പാലമുണ്ടാക്കാൻ ഗവൺമെൻറ്റുകൾക്ക് അറിയാത്തതല്ല. പക്ഷേ അത് ഫെറിയിലൂടെ തന്നെ വരണം, എങ്കിലേ അതിലൊരു വൈബുള്ളൂ. ഈ വൃത്തിയെ ഇങ്ങനെ പരിപാലിക്കണമെങ്കിൽ ഒരു പാലം ഇവിടെ ഒട്ടും ഉചിതമല്ല. വെയിലിൻ്റെ കാഠിന്യം കാരണം എല്ലാവരും തണലിലേക്ക് മാറി നിന്നിരിക്കുകയാണ്. മാത്രമല്ല അക്കരെ നിരവധി പേർ ഇങ്ങോട്ട് വരാൻ വേണ്ടി ക്യൂവിലാണ്, ഇപ്പോഴും വലിയ ക്യൂവിലാണ്. മഹാനായ സ്വാമി വിവേകാനന്ദൻ 1892 ഡിസംബർ 25, 26 ആൻഡ് 27 എന്നീ 3 ദിവസങ്ങളിലാണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്തിരുന്നത്. ഷിക്കാഗോയിലേക്ക് വേൾഡ് റിലീജിയസ് കോൺഫറൻസിന് പോകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണത്. അദ്ദേഹം ഇവിടെ മെഡിറ്റേഷൻ ഇരുന്ന ആ ദിവസവും മാസവും അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് താഴെ എഴുതി വച്ചിട്ടുണ്ട്. ആ കാണുന്ന ചെറിയ റോക്കിന് മുകളിലേക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അത് സാധ്യമല്ല. എന്തൊരു വൈബായിരിക്കും അവിടെ പോയിരിക്കാൻ. സാധ്യമല്ലല്ലോ. വല്ലാത്തൊരു ഫീലിംഗ്. ഇപ്പോൾ കടൽ ശാന്തമാണ്. കടൽ കലി തുള്ളാത്ത സമയം, തിരമാലകൾ ആർത്തിരമ്പാത്ത സമയം. എൻ്റെ നിഴൽ എന്നെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. സത്യത്തിൽ ആരാണ് ഒറിജിനാലിറ്റി എന്ന് എനിക്ക് സംശയമായി. ഈ പോകുന്ന രൂപമാണോ അതോ മുകളിലത്തെ രൂപമാണോ? ആരാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ വല്ലാത്ത കൺഫ്യൂഷനായിപ്പോയി. ആശയക്കുഴപ്പത്തിലായല്ലോ. സമയം വിലപ്പെട്ടതാണ്. സമയത്തെ വെറുതെ പാഴാക്കാതെ നാം സഞ്ചരിക്കുക. ഏതാനും ദിവസങ്ങളോളമായി തിരുവള്ളുവർ സ്റ്റാച്യുവിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. കാരണം അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. വെയിലിൽ നിന്ന് അഭയം പ്രാപിക്കാൻ, ഒരൽപ്പം തണൽ ലഭിക്കാൻ ഇവിടെയാണ് മറ്റൊരു ഇടം. ആത്മീയ കേന്ദ്രമായതിനാൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ അവരങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയാണ്. ശക്തമായ വെയിലിനെയും ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ഞാനങ്ങനെ വിവേകാനന്ദ റോക്കിലേക്ക് വരുന്ന കാറ്റിനെ ഹൃദ്യമായി സ്വീകരിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ നടക്കുകയായിരുന്നു. പതിയെ പതിയെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടി കയറി ഞാൻ മഹാനായ വിവേകാനന്ദൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു വച്ചിരിക്കുന്ന ആ കാണുന്ന
ചെറു കെട്ടിടത്തിനുള്ളിലേക്ക് ഞാൻ പ്രവേശിക്കാൻ നീങ്ങുകയാണ്. സാവധാനം ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ അകത്ത് ക്യാമറ അനുവദിക്കുന്നതല്ല. അകത്ത് ക്യാമറ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് എന്നവിടെ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിമയും കണ്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിത്തുടങ്ങി. 650ഓളം തൊഴിലാളികൾ 6 വർഷത്തോളം പണിയെടുത്ത് ഉണ്ടാക്കിയ വളരെ ഭംഗിയും വൃത്തിയുമുള്ള റോക്കിൻ്റെ പടവുകളിൽ മെല്ലെ മെല്ലെ ചവിട്ടി ആദരവോടെ ഞാൻ താഴേക്ക് ഇറങ്ങിത്തുടങ്ങി. സഞ്ചാരികൾ പലരും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയും തിരക്കിലാണ്. കാരണം ഇവിടെ എടുത്ത ഫോട്ടോ അത് വേറൊരു ഭംഗിയാണ്, അതൊരു മറ്റൊരു ആംബിയൻസാണ്. ഞാൻ സഞ്ചാരത്തിലേക്ക് ഇറങ്ങിയിട്ട് വർഷങ്ങളോളമായി. പക്ഷേ ഒരു വ്ളോഗ് പ്ലാനിങ് എന്നിൽ ആദ്യമേ ഉണ്ടായിരുന്നില്ല. പലരുടെയും നിർബന്ധത്തിനെയാണ് ഞാൻ ഒരു വ്ളോഗ് തുടങ്ങിയത്. അത് ഒരുപാട് വൈകിയെന്ന് അവർ പറഞ്ഞു. ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു ഞാൻ. പക്ഷേ ഇനിയൊരു റിപ്പീറ്റേഷൻ ആ വഴിയിലൂടെ എനിക്ക് താല്പര്യമില്ല. കാരണം നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ ഏകദേശം എല്ലാം എൻ്റെ കഴിഞ്ഞതാണ്. ഇനി മറ്റൊരു സ്ഥലമേ ഇനി ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള റീസ്റ്റാർട്ടിങ് ഒഴിച്ച് ഇനിയൊരു പുതിയൊരു കാലപ്പോടെ മറ്റൊരു താവളം തേടി ഞാൻ മെല്ലെ മെല്ലെ സഞ്ചാരം തുടരുന്നതായിരിക്കും. ഞാൻ താഴെ നിന്നുകൊണ്ട് വിവേകാനന്ദ റോക്കിനെ ഹൃദ്യമായി വീക്ഷിച്ചു. എന്തൊരു ഭംഗിയാണ്, എന്തൊരു അലങ്കാരമാണ്. ബംഗാൾ ഉൾക്കടലും അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഇവ മൂന്നും സംഗമിക്കുന്ന ഒരു സംഗമ സ്ഥാനമാണ് കന്യാകുമാരി എന്നത് നമ്മളിൽ അറിയാത്തവരാരെങ്കിലുമുണ്ടോ? അതാണ് കന്യാകുമാരിയുടെ മറ്റൊരു പ്രത്യേകത. ഈ 3 സവിശേഷതകളുമുള്ള കടലിൻ്റെ ക്യാരക്ടർ അത് മറ്റൊന്നായിരിക്കും. ഒരു ഫാമിലി ട്രിപ്പിന് 1ാം നമ്പർ സ്ഥലമാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ എന്നത് ഞാൻ നമ്പർ 1 എടുത്തു പറയുകയാണ്. ഒന്ന് വിശ്രമിക്കട്ടെ അല്പനേരം. ഞാൻ ഉടനെ ഫെറിയിൽ കയറി വിവേകാനന്ദ റോക്കിൽ നിന്ന് പുറത്തു കടന്ന് അക്കരയ്ക്ക് യാത്ര ആരംഭിച്ചു. നിരവധി സഞ്ചാരികളുണ്ടായിരുന്നു. 200ഓളം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഈ ഫെറിയിൽ. വിവേകാനന്ദ റോക്കിലേക്ക് വന്ന ആളുകളാണ് ഈ ഇറങ്ങുന്നത്. ഞാൻ ഈ വണ്ടിയിലാണ് ഇറങ്ങി വന്നത്. പിന്നെ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇതിൽ കയറാനുള്ളതാണ്. ഇത്തിരി ആൾക്കാർ ഇതിൽ കയറാനുള്ളതാണ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എല്ലാവരും ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണേ. നിങ്ങളിലുള്ള എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയുമായി, ഒരു വെറൈറ്റി വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് വരും. അതുവരെ ഞാൻ നിങ്ങൾക്ക് ഗുഡ് ബൈ നേരുന്നു. ബൈ ബൈ, ഗുഡ് ബൈ, ബൈ, ഗുഡ് ബൈ.